ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സ്പാനിഷ് ഡെസേർട്ടായ ചൂരോസ് ചെയ്ത് നോക്കാം. മൈദയും മുട്ടയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇത്. വിത്ത് ഷുഗർ ഇല്ലാതെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ സിനമൺ ഷുഗറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ചോക്ലേറ്റ് സോസോ കാരമൽ സോസോ ഹോട്ട് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് മൈദ, മുട്ട, ഷുഗർ, സോൾട്ട്, സിനമൺ, ചോക്ലേറ്റ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സിനമൺ ഷുഗർ ഒന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഷുഗറിലേക്ക് 1 ടേബിൾ സ്പൂണോളം സിനമൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സിനമണിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു 1/4 കപ്പോളം മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേനും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് പാനിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിന് പകരം ചോക്ലേറ്റ് സിറപ്പോ കാരമൽ സിറപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി നമുക്കിതിൻ്റെ ഡോവ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പോളം വെള്ളവും 1 കപ്പോളം മിൽക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 2 കപ്പ് വെള്ളം വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 8-10 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗറിൻ്റെ അളവ് നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് വരുമ്പം തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു 2.5 കപ്പോളം മൈദ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദയും ഈ പാലിൻ്റെ മിക്സും എല്ലാം കൂടെ ചേർന്ന് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അന്നേരത്തേക്ക് നമുക്ക് ഈ മൈദ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ നമുക്ക് ഇത് കിട്ടും. അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതുപോലെ ഇത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ചെയ്യാം, പക്ഷേ ഈ ചൂട് പിന്നെയും അതിൻ്റെ അകത്ത് നിൽക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി മുട്ട ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാവ് ഒന്ന് തണുക്കണം. അതിനുവേണ്ടി ഞാൻ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും വേണം നമുക്ക് ഇത് മുട്ട ഇട്ട് കൊടുക്കാനായിട്ട് ഇതിലോട്ട്. അപ്പോൾ 2 മുട്ട എടുത്തതിൽ ആദ്യം 1 മുട്ട ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിപ്പം തണുത്ത് കഴിഞ്ഞ് ഇതൊന്ന് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടുപോലെ തോന്നും. എന്നാലും അത് മിക്സ് ചെയ്ത് വരുമ്പം അത് നന്നായിട്ട് യോജിച്ചോളും. ഇതുപോലെ ആയി കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് രണ്ടാമത്തെ മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്റർ ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗിലോട്ട് വേണം ഇത് മാറ്റി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ക്വീസ് ചെയ്യുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള റീയൂസബിൾ പൈപ്പിംഗ് ബാഗിലോട്ടാണ് ഇതിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനിതൊരു പാർച്ച്മെൻറ്റ് പേപ്പറിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് 2 രീതിയിലും ചെയ്യാം. ഒന്നെങ്കിൽ ഇതുപോലെ പാർച്ച്മെൻറ്റ് പേപ്പറിലാക്കിയിട്ട് ഈ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് നമുക്ക് നേരെ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിംഗ് ബാഗിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഇതിൻ്റെ പീസുകൾ കട്ട് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 രീതിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ പേപ്പറോട് കൂടി ഇടുമ്പോഴത്തേനും അത് ഇതുപോലെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഒരു 3-4 മിനിറ്റ്സ് കൊണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇതെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട. ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേനും നമുക്കിതൊരു പേപ്പർ ടവലിലോട്ട് മാറ്റി കൊടുക്കാം. ഒത്തിരി ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് സിനമൺ ഷുഗറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കോട്ടാകാൻ പാടുവരും കേട്ടോ. ഇതുപോലെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിനമൺ ഷുഗറിൽ ഇത് കോട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനും പറ്റും. ഈ ചുഴോസ് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ആകത്തില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റായ ചുഴോസ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്.
കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. സിനമണിൻ്റെയും ഷുഗറിൻ്റെയും എല്ലാം ടേസ്റ്റിലോട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഷുഗർ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടിങ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇത് കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.